ഹെയ്യോ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. അപ്പൊ നമ്മളങ്ങനെ എഗെയിൻ പുതിയൊരു ഗെയിം ആയിട്ട് വന്നേക്കാണ് ഗൈസ്. ദാറ്റ്സ് നോട്ട് മൈ നെയ്ബർ, അതാണ് ഗൈസ് ഗെയിമിന്റെ പേര്. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ലോഡ്ജ്, എന്നിട്ട് അതിന്റെ ഒരു മാനേജർ ഓണർ എന്നിട്ടോ ആണ്. അപ്പോൾ അവിടെ കയറി വരുന്ന ആൾക്കാരൊക്കെ അവരെ ID ചെക്ക് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയായിട്ട് നമ്മുടെ. വേറെ മോൺസ്റ്റേഴ്സ് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കയറി വരും, അവരവിടെ പിടിക്കണം ഗൈസ്. ചെറിയൊരു മിസ്റ്റേക്ക് വരും വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ഗൈസ് ഒരു ഷോർട്ട് ഫിലിം പോയൊരു സംഭവം കാണിച്ചുട്ടാ എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് DDD. ഓക്കെ, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ വിളിക്കാം. ഇങ്ങനെ സംസാരിക്കണം, എങ്ങനെ പേര് ബബ്ലു. ഓക്കെ, അതുപോലെ സംസാരിക്കേണ്ടി പറ്റിയ പേരാ. അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ. അവിടെ ഡോർ തുറക്കാൻ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇവരൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുക. എന്റെ റിക്വസ്റ്റ് നെയിം മിക്ലോയ്, ലാസ്റ്റ് നെയിം റോഡ് ബോയ്സ്. ഓ, അവിടെ തൊപ്പിയുണ്ട്, ഇവിടെ തൊപ്പിയില്ല. അപ്പൊ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോയിട്ട് വരാന്ന് പറഞ്ഞേ. അപ്പൊ ചിലപ്പോ ഷോപ്പിങ്ങിന് പോയിട്ട് മേടിച്ചായിരിക്കും ആ തൊപ്പി. ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടാവും നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലില്ല, സെക്കൻഡ് ഫ്ലോറിലില്ല. ഓക്കെ, തേർഡ് ഫ്ലോറിൽ ഇതേ ആളുണ്ട്, മിക്ലോയ് റോഡ് ബോയ്സ്. റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്. അതെ, എപ്പോഴും തൊപ്പി വെക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ തൊപ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ID കിട്ടിയിട്ടുണ്ട്, അപ്പിയർ ശരിയാണ്. എൻഡർ റിക്വസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, ഇന്നത്തെ ലിസ്റ്റിലും ഉണ്ട്. ഓ, അപ്പൊ ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുണ്ടേ മിക്ലോയ്. ഇതൊക്കെ തുറന്നു വിട്ടേക്കാം. അങ്ങനെ ആളെ തുറന്നു വിട്ടിട്ടുണ്ട്. ഓക്കെ, ആ സീൻ ഉണ്ടായില്ല. അയ്യോ, നമ്മൾ ഡോർ അടയ്ക്കണം. ഓ ബ്രോ, നമ്മളിത് ഇവിടെ ഡോർ അടയ്ക്കണം, അല്ലെങ്കിൽ അവരൊന്ന് കൊണ്ടുപോകും. അപ്പോൾ രണ്ടുപേരും സേഫ് ആയിരുന്നു. അവിടെ സീനില്ല. സ്റ്റീവൻ, ലാസ്റ്റ് നെയിം റോഡ് ബോയ്സ്. അപ്പൊ ഇങ്ങനെ തേർഡ് ഫ്ലോറിലുള്ള ആളാന്നാട്ടെ പറയണേ. ID ഒക്കെ സെറ്റാണ്. അതെ, സ്റ്റീവൻ റോഡ് ബോയ്സ്. പൈലറ്റ് ആണ്. ബിഗ് നോസ്. ഓക്കെ, ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഷോർട്ട് ഹെയർ, സ്മോൾ ഹെഡ്. സെറ്റാണ്, വേറെ സീനൊന്നുമില്ല. ഇന്നത്തെ ലിസ്റ്റിൽ ആളില്ലല്ലോ. ID ഉണ്ട്, അപ്പം ശരിയാണ്. എൻട്രിക്സ് ഉണ്ട്, ഇന്നത്തെ ലിസ്റ്റിലില്ല. അപ്പൊ ഇങ്ങനെ കടത്തി വിടണ. ഞങ്ങൾക്ക് ചുമ്മാ DDDനെ വിളിച്ചു നോക്കാം. 31 12 13 12 33 12. ഓക്കെ, നമ്മളതിനെ കോൾ ചെയ്തിട്ടുണ്ടേ. ഓക്കെ, അപ്പൊ സീനില്ലാന്നാണ് പറയണേ. തുറന്നിട്ടേക്കാം. അങ്ങനത്തെ ആള് പോയിന്റ്. അങ്ങനെ കേട്ടെ, വേറെ ആള് വന്നിട്ടുണ്ടേ. ചിലപ്പോ ആരെങ്കിലൊക്കെ നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, ഞങ്ങൾക്ക് ID നോക്കാം. ആൽബർട്ട്സ്കി, പീച്ച്മാൻ. അപ്പൊ ഇങ്ങനെ ഒരു ഷൂ മേക്കറാന്ന് പറയണേ. ഇങ്ങനെ പണി കഴിഞ്ഞിട്ട് വരാന്നിട്ട് പറയണേ. അപ്പൊ ഞങ്ങൾക്ക് നോക്കി വെക്കാം. ഇന്നത്തെ ലിസ്റ്റിൽ ആളില്ല. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ ആളുണ്ട് കേട്ടോ, ആൽബർട്ട്സ് പീച്ച്മാൻ. ID നമ്പറൊക്കെ നമ്മൾ നോക്കണം. ഷൂ മേക്കറാണ്. ഓക്കെ, 14 65 12. ഓക്കെ, 14 65 12 98 63 54 98 63 54. ഓക്കെ, സെറ്റാണ്. ഇങ്ങനെ സീനൊന്നുമില്ല. ഓക്കോ, ലെറ്റ്സ് ഗോ. അവിടെ അങ്ങനെ പോയിന്റ്. ഇതുവരെ സീനൊന്നുമില്ല കേട്ടോ, ഓൾ സെറ്റ്. ഇങ്ങേറ്റ് ഇവിടെ ലിസ്റ്റിലുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നോക്കിയേക്കാം. കണ്ട, അങ്ങേരുണ്ട്. റാഫ്റ്റലിംഗ് കപ്പോസിൻ, എന്തുകൊണ്ട് പേരാടി. അതെ, പേരൊക്കെ സെയിം ആണ്. അപ്പൊ ഇങ്ങനെ പേരൻസിനെ കാണാൻ പുറത്തു പോയതാണ് പറയുന്നത്. ഓക്കെ, അങ്ങേര് കേട്ടാ തേർഡ് ഫ്ലോറിലുണ്ട്. ഹൗസ് വൈഫാണ് കേട്ടോ അങ്ങേര്. ഒക്കെ സെറ്റാണ്. നമുക്ക് ID സെറ്റാണ്, അപ്പിയറൻസ് സെറ്റാണ്, എൻട്രി റിക്വസ്റ്റ് ഉണ്ട്, ഇന്നത്തെ ലിസ്റ്റിലും ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. എടാ, അതേപോലെ തന്നെ ഒരു ഡാവ് വന്നേക്കണ പിന്നെയും. എടാ, അതേ സെയിം ഡാവ് പിന്നെയും വന്നേക്കണ. ബ്രോ, ഞങ്ങൾക്കൊന്നോടെ നോക്കി നോക്കാം. ചിലപ്പോൾ ഇത് ഫേക്ക് ആയിരിക്കും. ഞങ്ങൾക്ക് DDനെ വിളിക്കാം. ഡേഞ്ചർ 3 3 1 2. വിളിച്ചിട്ടുണ്ട്. കോൾ എടുക്കടേ, കോൾ എടുക്ക്. ഓക്കെ, നമ്മളിത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഏജൻസ് വന്നു എന്നാ പറയണേ. ഓക്കെ, അപ്പൊ അതെ വന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും മോൺസ്റ്റർ ആയിരുന്നത്. എന്റെ മോനെ. ഓക്കെ, കഴിഞ്ഞു. ബബിള് വന്നിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ബ്രോ, ബബിൾ മോൻ വിട്ടോ. ഇതെന്തോന്നാള്? പീച്ചാ? എന്തോന്നടേ ഉണ്ടാക്കി കൂടെ ഞാൻ ഇറങ്ങി പോവല്ലോ.
എങ്ങനെ ഐ ഡി പീച്ച് ആപ്പിളാ ഇങ്ങനെ മോൺസ്റ്ററാണ്. ഒന്നോടെ വിളിക്കാം. ഓക്കോ എവിടെ ഫോൺ എവിടെ? 3-3-1-2. അതെ നമ്മളൊന്നോടെ വിളിച്ചിട്ടുണ്ടേ. എടുക്ക് കോളെടുക്ക്. ഓക്കെ അപ്പം ഇങ്ങേരും ഇതായിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. സെറ്റ് ബബിളുമാവ് വന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. കടത്തി വിട്ട് കഴിഞ്ഞ് എന്തിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ തുറന്നു വിടാം. ഞങ്ങൾക്ക് അങ്ങനെ വിട്ട് കഴിഞ്ഞ് എന്തിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് നോക്കി നോക്കാം. എടേ അങ്ങനെ സേഫ് ആയിരുന്നോ? പൊക്കോ എല്ലാവരും പൊക്കോ. ഇന്ന് ഫ്രീ എൻട്രി. പൊക്കോ ഫ്രീ എൻട്രി പൊക്കോ. ഇടയിൽ ആരും പ്രശ്നക്കാരില്ലേ? നീ അവിടെ നിൽക്ക്. നിന്നെയൊക്കെ സംശയമുണ്ട്. ഐഡിയ മാത്രമേ ഉള്ളൂ. അനസ്തശാമിക്കാലിസ്. നിന്റെ പേര് തന്നെ ഒരു മാതിരിയാണ്. നിന്നെന്താ ചെക്ക് ചെയ്തിട്ട് ഞാൻ വിടുള്ളൂ. ഇങ്ങനത്തെ ലിസ്റ്റിലുണ്ട് കേട്ടോ ആള്. സെക്കൻഡ് ഫ്ലോറിൽ ആളുണ്ട്. സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾക്ക് ഐഡിയും ചെക്ക് ചെയ്തൊക്കെ 13-26-98 13-26-98 53-44-62. ഗോമേൻ നമ്മൾ ഫില്ല് ചെയ്യണം. നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് ഒക്കെ ഫില്ല് ചെയ്യണം. ഞാൻ മറന്നുപോയി. എടേ നമ്മൾ പിടിച്ചോണ്ട് ആരും വരുന്നില്ല. എന്നിട്ട് ഉണ്ടാവുന്നൊക്കെ ഒന്നും ആരും വരുന്നില്ല. അയ്യോ ആള് പോയി. ഫ്രീ എൻട്രി എടുത്ത ആള് പോയി. എടേ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരാൾ പോയതല്ലേ? വേറെ അവിടെ നിൽക്കും. അവിടെ നിൽക്കും അവിടെ. ഓക്കെ എൻട്രി ക്രിസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇസാക്ക് ഗൂസ്. അപ്പം ഇങ്ങനെ റിപ്പോർട്ടറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറയണേ. ഇങ്ങനെ ഇന്നത്തെ ലിസ്റ്റിലുണ്ട്. അവിടെ സെക്കൻഡ് ഫ്ലോറിലും ആളുണ്ട്. ശരിയൊന്നുമില്ല. ഐഡി ഇല്ല. അപ്പിയറൻസ് ശരിയാണ്. എൻട്രി ക്രിസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ലിസ്റ്റിലുണ്ട്. അപ്പം ഇങ്ങനെ ഐഡി എടുക്കാൻ മറന്നു കേട്ടോ പറയണേ. പൊക്കോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ ഇങ്ങേര് ആൽബർട്ട്സ്കി പീച്ച്മാൻ. നേരത്തെ പീച്ചിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് ഡാവ്. ഇങ്ങേരല്ല നേരത്തെ വന്നേ. ഇങ്ങനെ തുറന്നു വിട്ടാൽ നമുക്ക് എന്തിട്ട് ഉണ്ടാവണം നോക്കിയോ. ഓക്കോ ദൂരെ പോ. ഫ്രീ എൻട്രി. എടേ ഇതിലൊരു പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. ബ്രോ ഇതേപോലത്തെ ഒരാളും കൂടി പോയല്ലോ. പോ ദൂരെ പോ. മറ്റേ ആളിതേ കറുപ്പിച്ച് വന്നിട്ടുണ്ട്. പ്രശ്നമുള്ള ആൾക്കാരെ നമ്മൾ മറ്റവരെ കൊണ്ട് ബബ്ലുവിനെ വിട്ട് പിടിപ്പിക്കും. പ്രശ്നമുള്ള ആളത്. പ്രശ്നമുള്ള ആളാ. നമ്മളെ കൊണ്ടുപോയില്ലേ? ആരേലൊക്കെ വന്ന് കൊണ്ടുപോടേ. നമുക്ക് ചുമ്മാ ഡേറ്റ് സൊല്ലിയിരുന്നാലേ. അതേ കൊണ്ടുപോയി. ഓക്കെ ലാസ്റ്റ് വന്ന ആ മീശക്കാരനായിട്ട് നമ്മളെ കൊണ്ടുപോയേ. അപ്പം തന്നെ നമ്മളെ 2 പേരെ വിളിച്ചു. നെയ്ബേഴ്സ് ആരും കൊന്നിട്ടില്ല. അതെ നെയ്ബേഴ്സ് ആരും ചത്തിട്ടില്ല. സെറ്റാണ്. റാങ്ക് C. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ തരാം.